എക്സാം ടൈം ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പ്രോപ്പർ ആയിട്ട് വീഡിയോ ഓൺ ചെയ്യട്ടോ. ആരും വീഡിയോ ഓഫ് ആക്കി ഇരിക്കണ്ട. എക്സാം ടൈമിൽ വീഡിയോ ഓഫ് ആണെങ്കിൽ അറിയാലോ മാർക്ക് 0 ആയി പോകും, നിങ്ങൾ കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആയി പോകും. അപ്പൊ വീഡിയോ ഓൺ ചെയ്തിരിക്കുക. ക്വസ്റ്റ്യൻസ് ബോർഡിൽ കാണിക്കുന്നതായിരിക്കും. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻസ് വായിച്ചു തരാം. ഡാഷ് കൺസെപ്റ്റ് ഈസ് കോൾഡ് പ്രൊഡൻസ് കേട്ടോ. പ്രൊഡൻസ് ഏത് കൺസെപ്റ്റ് ആണെന്ന് ഇത് കേട്ടോ. 1 മാർക്കാണ് കേട്ടോ. ഇത് 2024 1 മാർക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രൊഡൻസ് ആണ്. ഇനി അത് ഞാൻ ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്, അവിടെ നോക്കി എഴുതിയാൽ മതി, ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓപ്ഷൻസ് ആർ ഗീവൺ അണ്ടർ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. AB വെരിഫയബിൾ എവിഡൻസ്, മെറ്റീരിയാലിറ്റി, ഗോയിങ് കൺസേൺ, അക്കൗണ്ടിങ് ഇക്വേഷൻ. അവിടെ ബിയിലെ ഡ്യുവൽ ആസ്പെക്ട്, ഫിക്സഡ് അസറ്റ്സ് റെക്കോർഡഡ് ഇൻ ദ ഒറിജിനൽ കോസ്റ്റ് ആൻഡ് ഡിപ്രീഷിയേറ്റ്. പിന്നെ ഇഗ്നോർസ് ഇൻസിഗ്നിഫിക്കന്റ് ഫാക്ട്സ്, വൗച്ചർ കേട്ടോ. 4 കൊടുത്തിട്ടുണ്ട്. അത് 4 മാർക്കാണ്. 2025 കഴിഞ്ഞ വർഷത്തെ മാർച്ചിൽ എക്സാമിന് 4 മാർക്ക് ചോദിച്ചാണ്ടത്. കഴിഞ്ഞ വർഷത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ ഫോളോയിങ്. താഴെ പറഞ്ഞ കുറച്ച് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചാണ്ട് 5 മാർക്കിന്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്, മണി മെഷർമെന്റ്, ഗോയിങ് കൺസേൺ, ഫുൾ ഡിസ്ക്ലോഷർ. ഓരോന്നിനും ഓരോ മാർക്ക് ഇതാണ് കേട്ടോ. അങ്ങനെ 5 എണ്ണത്തെ 5 മാർക്ക്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, 10 മാർക്കാണ്. വേഗം എഴുതിക്കോളൂ. വീഡിയോ ഓൺ ചെയ്തോ കേട്ടോ. നമ്മൾ ആൻസർ ചെക്ക് ചെയ്യാൻ പോവാണ്. റീചെക്കിംഗ് ടൈമിൽ വീഡിയോ ഓഫ് ആയിരിക്കരുത്, ഓൺ ആക്കി വെക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കൺസർവേറ്റീവ്സ് ആണെങ്കിൽ 1 മാർക്ക് കൊടുത്തോളൂ. കൺസർവേറ്റീവ്സ് ആണ് കറക്റ്റ് ആൻസർ. പ്രൊഡൻസ് തന്നെയാണ് കൺസർവേറ്റിസം കേട്ടോ. ഞാൻ അന്ന് പറഞ്ഞത് 2 വേർഡ് പഠിക്കാൻ പറഞ്ഞിരുന്നു. 1 മാർക്ക് കൊടുത്തോളൂ. ഇനി മാച്ച് ഫോളോയിങ് ആണ്, 4 മാർക്കാണ്. അതിൽ വേരിഫയബിൾ എവിഡൻസ്, വൗച്ചർ 1 മാർക്ക് കൊടുത്തോളൂ. മെറ്റീരിയാലിറ്റി, ഇഗ്നോർസ് ഇൻസിഗ്നിഫിക്കന്റ് ഫാക്ട്സ് ഇട്ടാ 1 മാർക്ക് കൊടുത്തോളൂ. പിന്നെ ഗോയിങ് കൺസേൺ, ഫിക്സഡ് അസറ്റ്സ് റെക്കോർഡ് ഇൻ ദിസ് ഒറിജിനൽ കോസ്റ്റ് ആൻഡ് ഡിപ്രീഷിയേറ്റ് കേട്ടോ. 1 മാർക്ക് കൊടുക്കാം. അക്കൗണ്ടിങ് ഇക്വേഷൻ, ഡ്യുവൽ ആസ്പെക്ട് കേട്ടോ. മക്കളെ തേർഡ് വൺ ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ ബാക്കി 3 കണക്ട് ചെയ്യുമല്ലോ. ബാക്കി വരുന്ന അതല്ലേ, അപ്പൊ അത് അങ്ങോട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ 4 മാർക്കാണ്. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അത് 5 ഐറ്റംസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ മാർക്കും ഇതാണ്. ഫസ്റ്റ് വൺ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ് കേട്ടോ. ആൻസർ ഇതാണ്. ബിസിനസ് ആൻഡ് ഓണർ ആർ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്. അതുപോലെ ഓണർ ഈസ് ദ ക്രെഡിറ്റർ ഓഫ് ദ ബിസിനസ് ആൻഡ് ക്യാപിറ്റൽ ഈസ് ദി ലയബിലിറ്റി ഓഫ് ദ ബിസിനസ്. ആ പോയിന്റ് ഒക്കെ എഴുതി 1 മാർക്ക് കൊടുക്കാം കേട്ടോ. ഓൺ വേർഡ്സ് ചെയ്താൽ അപ്പൊ ഈ മീനിങ് ഒക്കെ ഉണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കാം. സെക്കൻഡ് അക്കൗണ്ടിങ് പീരീഡ് ആണ്. അതായത് അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് ആർ പ്രസന്റഡ് ഫ്രം എ സ്പെസിഫിക് ടൈം പീരീഡ് ഉണ്ട് കേട്ടോ. അത് 1 April to 31 March. അതിലേക്ക് 1 മാർക്ക് കൊടുക്കാം. നെക്സ്റ്റ് മണി മെഷർമെന്റ് ആണ്. അതിൽ ആസ് പെർ ദിസ് കൺസെപ്റ്റ് ട്രാൻസാക്ഷൻസ് ഇൻവോൾവിംഗ് മണി ഓർ മണീസ് വർത്ത് വിൽ ബി റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് ദി ബിസിനസ്. അതാണ് പോയിന്റ് കേട്ടോ. അതിന് 1 മാർക്ക് കൊടുക്കാം. നെക്സ്റ്റ് വൺ ഗോയിങ് കൺസേൺ. ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ബിസിനസ് ഹാസ് ഇൻഡെഫിനിറ്റ് ലൈഫ്. അതാണ് നമ്മുടെ ഗോയിങ് കൺസേൺ. 1 മാർക്ക് കൊടുക്കാം. ലാസ്റ്റ് വൺ ഫുൾ ഡിസ്ക്ലോഷർ ആണ്. അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ്സ് ഷുഡ് ഡിസ്ക്ലോസ് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് ഫോർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദി യൂസേഴ്സ്. അതിന് 1 മാർക്ക് കൊടുക്കാം കേട്ടോ. അങ്ങനെ 5 മാർക്ക്. ഓക്കെ, 1ാമത്തെ ക്വസ്റ്റ്യൻ 1 മാർക്ക്, 2ാമത്തെ ക്വസ്റ്റ്യൻ 4 മാർക്ക്, 5ാമത്തെ ക്വസ്റ്റ്യൻ 5 മാർക്ക്, അല്ല 3ാമത്തെ ക്വസ്റ്റ്യൻ 5 മാർക്ക്. ഓക്കെ, അങ്ങനെ 10 മാർക്കാണ്. വേഗം കൂട്ടി എഴുതുക. പാരന്റ്സ് സൈൻ ചെയ്യാം, എന്നിട്ട് പേപ്പർ സെൻഡ് ചെയ്യാം.